guys, welcome back to my YouTube channel. അപ്പോൾ ഗൈസ് ജൂൺ 15 ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അങ്ങനെ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ജനിച്ച ദിവസമാണ്. അത് ഞാൻ തന്നെയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ ആണ് നിങ്ങളിതിൽ കാണാനായിട്ട് പോകുന്നത്. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്, എനിക്ക് വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് ചെയ്ത ഒരു അടിപൊളി കിടക്കാച്ചി സർപ്രൈസ് വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷനിൽ എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ കൂടെ ഇല്ലാഞ്ഞിട്ട് തന്നെ അവൾക്ക് എനിക്ക് തന്ന സർപ്രൈസ് വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഗൈസ് പോയി കണ്ടിട്ട് വരും. അപ്പോൾ ഇതെൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി ഗിഫ്റ്റ് കഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്ത് അവൾ കൊറിയർ അയച്ച് തന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ തുടക്കത്തിൽ നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് തന്നത്. അപ്പോൾ ഈ ഒരു വലിയൊരു പാക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ നെറ്റി ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്തുണ്ടായിരുന്ന സാധനങ്ങളാണ് നിങ്ങളെ കാണുന്നത്. സോ ഗിഫ്റ്റ് റിവീലിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തിനാണ് നീ കരഞ്ഞത്, വാച്ച് കണ്ടപ്പോൾ മാത്രം നീ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചു. സോ ഞാൻ വാച്ച് കണ്ടതിനല്ല ആക്ച്വലി ഞാൻ കരഞ്ഞത്. എനിക്ക് ഇത്രയും ഗിഫ്റ്റ് തന്നു. സാധാരണ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ചേച്ചിയാണ് ആദ്യം എനിക്ക് സർപ്രൈസ് തരുന്നതായാലും സെലിബ്രേറ്റ് ചെയ്യുന്നതും എല്ലാം പ്ലാൻ ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. സോ ആ ഒരു മൊമെൻറ്റിൽ അവൾ ഇത് എൻ്റെ അടുത്തില്ലല്ലോ, ആ ഒരു ടൈമിൽ ഞാൻ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ എല്ലാം കൂടി ആലോചിച്ച് ഭയങ്കര എമോഷനായിട്ട് കരഞ്ഞതാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ ഒന്നും ആരും സെലിബ്രേറ്റ് ചെയ്യൂല, സോ വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്നതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് അങ്ങനെയല്ല സംഭവിച്ചത്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ പ്രതീക്ഷിക്കാത്തതിനപ്പുറമാണ് ഗൈസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പോലും ഇന്നേ വരെ എൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ഇത്രയും വണ്ടർഫുൾ ആക്കിയിട്ടില്ല. ബട്ട് അവൾ തന്ന എല്ലാ ബർത്ത്ഡേസിനും സർപ്രൈസ് ആയിക്കോട്ടെ, ഗിഫ്റ്റ് ഐറ്റംസ് ആയിക്കോട്ടെ, എല്ലാം ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. അങ്ങനെ ജൂൺ 14 എനിക്കൊരു ഓറിയൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ടെക്നോ പാർക്ക് വരെ ഒന്ന് പോയപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റായിട്ട് വന്നത്. അപ്പോൾ അതൊരു അടിപൊളിയായിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമാണ്, വളരെ അധികം മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഫ്രെയിമും കൂടിയാണ്. അത് മാത്രമല്ല എനിക്ക് വേണ്ടി അവൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് അവളുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതും കൂടിയാണ്. സോ അതെനിക്ക് ഒരുപാട് സ്പെഷ്യലാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ശ്രുതിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലോട്ട് പോവുകയാണ്. അല്ല വീട്ടിലോട്ടല്ല, ഫസ്റ്റ് ഗിഫ്റ്റൊക്കെ വാങ്ങണം, സാധനങ്ങൾ വാങ്ങണം, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രുതിയുടെ വീട്ടിലോട്ട് പോകും. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം. നമ്മൾ ആരൊക്കെയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നെയും നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ എപ്പോഴും ഇവരൊക്കെ തന്നെ ശ്രുതി അപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇനി അവിടെ എത്തിയിട്ട് ബാക്കി അതുവരിക്കും. അങ്ങനെ നമ്മൾ ഗിഫ്റ്റ് തപ്പി നമ്മളങ്ങനെ ഇപ്പം രാമനുള്ള ഗ്ലാസ് സെക്ഷനിലേക്കാണ്. കവറ് വാങ്ങാൻ വന്നിട്ട് ഇപ്പം ഇവിടെ എന്നിട്ട് ഗ്ലാസ് കണ്ണാടി വെച്ച് നോക്കി കളിക്കുകയാണ്. ഈ കണ്ണട എൻ്റെ മുടിയിൽ കുരുങ്ങി, അതിനർത്ഥം ഇത് എനിക്കുള്ളതെന്നാണ്. ഓക്കെ ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു ഗൈസ്. അപ്പം നമ്മളിനി ശ്രുതിക്കുള്ള കേക്ക് നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ശ്രുതി വീട്ടിൽ എത്തിയതിന് ശേഷം നമുക്ക് കൺഫേം ആക്കിയിട്ട് അങ്ങോട്ട് പോയിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം നേരത്തെ ഓർഡർ ചെയ്തു, നമ്മളിനി അത് പോയി വാങ്ങിയിട്ട് നേരെ ശ്രുതിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആകെ മൊത്തം ബഹളമാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കേക്ക് വെച്ചിട്ട് നമുക്ക് കേക്ക് വാങ്ങാം. ഇവർ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രുതി ബാൽക്കണി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. ഇതാണ് ശ്രുതിയുടെ കേക്ക്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഗൈസ്, നമ്മൾ ശ്രുതിയുടെ വീട്ടിൻ്റെ സ്റ്റെപ്പ് കയറിയാണ്. അവൾ എന്ത് ചെയ്യണമെന്നൊന്നും അറിയണില്ല. എല്ലാം ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. പെണ്ണെങ്കിൽ എവിടെ ഇരുട്ടില്ല, എവിടെ പോയി വീഴുമെന്ന് ആർക്കും അറിയാം. ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, കഥവെല്ലാം അടച്ചിരിക്കണം. സർപ്രൈസ് ആണോ ചോദിച്ചാൽ അറിഞ്ഞോടാ, നോക്കിയാണ്. കഥവെല്ലാം തുറന്ന് വച്ചിരിക്കുകയാണ്.
തൊട്ടണ തൊട്ടി ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയുണ്ട് സർപ്രൈസ് പിന്നെ പറഞ്ഞിട്ടാ വരാ അതിനെന്ത് ഇത് ഇവിടെ ആരും വീട്ടിലേക്ക് വരാത്തോണ്ടേ വീടൊന്നും വൃത്തിയാക്കാണ്ട് അപ്പൊ എന്റെ വീടാ ഇവിടെ കയറി എന്റെ റൂം കണ്ടു പതിയായി എങ്ങനെ ഉണ്ടായിരുന്നു ഓൺലി ലവ് ഓൺലി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ഫ്രണ്ട്സിനെ സർപ്രൈസ്. കഴിഞ്ഞ വർഷത്തെ വേണ്ടി എല്ലാരെയും ഞാൻ വിളിച്ച് ഓരോരുത്തരെ വീട്ടിൽ വിളിച്ച് വയ്യ എനിക്കൊരു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ സുധി ഹാപ്പി മുറി അടുത്ത മുറി കൈ അല്ല പഴുതിന് എടുക്കുന്നത് ഇല്ലടി പ്രിയ സ്പെഷ്യൽ ഇതാണ് പ്രിയ കമ്മല് മേടിച്ചേരി പക്ഷെ ഇതില്ല കേട്ടോ ഇല്ലാത്തവരോ അതുകൊണ്ട് കളിപ്പാട്ടം ഇത് അണച്ചി തുടങ്ങിയിടും ശരി തോന്നുന്ന എന്നെ നോക്കടി ഇവിടെ 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 ഇങ്ങനെ പോയി അല്ലെങ്കിൽ ഇങ്ങനെ പോയി मोबाइल घूम चाले ഇപ്പൊ പുതിയ പാട്ടാണ് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഇവിടെ മേടിച്ചതല്ലേ ആര് മേടിച്ചിട്ട് വന്നേ ഇവളാണല്ലേ താങ്ക് യു കുപ്പി വളയാടി ഇട്ട് നോക്ക് ഇല്ലെങ്കിൽ നമ്മൾ കുത്തിക്കരാം ജീൻസും കുപ്പികളും
അങ്ങനെയാണ് ഇപ്പോഴത്തെ എല്ലായിടം. ഊസി പാസേ ന്യൂ ലുക്കാണ് ഗൈസ് കാണാൻ പോകുന്നത് ശ്രുതിയുടെ. ആ അതും കൂടി എല്ലാം വെച്ചോ. രണ്ട് സൈഡ് ഉള്ളത് വെട്ടിക്കളയാമോ? പൊട്ടിയാണോ കാശിമാല എത്തിച്ചൊട്ടി? ഊസി പാസി ഊസി പാസി ഊസി പാസി. മായടച്ച് ഒരു മിനിറ്റ് നിൽക്കുമോ? എന്നാല മുടിന്റെ അളവുക്ക് അപ്പൊ നീ കുളിക്കാതെയാണല്ലേ കോളേജിൽ വരുന്നത് പെർഫ്യൂം അടിച്ചിട്ട്? ഇതിലെ കൊണ്ട് എന്ത് മനസ്സിലാവണം? ശ്രുതി കുളിക്കൂല, രാവിലെ പെർഫ്യൂം അടിച്ചിട്ട് കോളേജിൽ വരണം. നമ്മളെ തന്നെ ഇവളെ ഈ എല്ലാ ഒരുത്തികളും കൊള്ളൂല സർപ്രൈസ് കൊടുക്കാൻ. அப்படியே ஸ்லைடு உள்ள போ பாருங்க. കണ്ട അവൾക്ക് അപ്പം തന്നെ കണ്ടുപിടിച്ചോളൂ. ഇത് സർപ്രൈസ്, ഇത് എനിക്ക് സർപ്രൈസ്. ആ കണ്ട ഈ ഭാഗം എനിക്ക് സർപ്രൈസ്. എവിടെ കൊണ്ടുപോയി വീട്ടിലെ സ്ഥലമാണ്. വീഡിയോ റേഞ്ച് ഇല്ല. ഗൈസ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷം ഒരുവിധം കഴിഞ്ഞു. മുഖത്തിലുള്ള കൈ നമ്മളങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു. നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഓരോരുത്തരുടെ ഗിഫ്റ്റൊക്കെ കണ്ട് ശ്രുതി സർപ്രൈസ് ആയിട്ട് ഇരിക്കുകയാണ്. എൻ്റെ ഗിഫ്റ്റൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതി? പക്ഷെ ഞാൻ അൺഎക്സ്പെക്ടഡ്ലി പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇവിടെ സർപ്രൈസ് കിടിലോടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഓട്ടോയിരുന്നു വന്നപ്പോൾ ഇതാണ് ചിന്തിച്ചോണ്ടത്, ഈശ്വര അവർക്ക് സർപ്രൈസ് അവിടെ സർപ്രൈസ് അവിടെ പ്ലാൻ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ വന്നേ. താങ്ക് യു ഗൈസ്, എല്ലാവർക്കും താങ്ക് യു. അങ്ങനെ നമ്മുടെ ജീവിതം അങ്ങനെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അയ്യോ എനിക്ക് എൻഗേജ്മെന്റ് അടുത്ത് കൊണ്ടുപോയി. ഇതിലേതാണ് കഴിഞ്ഞ വർഷം ഓൾറെഡി കഴിഞ്ഞ വർഷം പ്രിയ തന്ന മോതിരം. ഇത് പ്രാവശ്യം കാളീശ്വരി എന്ന മോതിരം. താങ്ക് യു. ഇതിനാണ് അയ്യോ സർപ്രൈസ്. செகண்ட் ஸ்டெப் கொடுத்து சொல்றியா?
പ്രൈസ് എന്താടി അത് കുറക്കുമ്പോൾ എൻ്റെ ബ്രേസ്ലെറ്റ് ഇട്ട് നോക്കിയിട്ട് ഇത് ഇന്ത കഴിക്കുന്നതാണ് എല്ലാവർക്കും. ഇതെന്താ രീതി ഇവിടെ താലി കെട്ടണം നമുക്ക് കുറെ നേരം എടുക്കുന്നു. ഇവളോടെ കല്യാണം. ഇതിൽ ഐശ്വര്യ നെക്ലസോ ആ കമ്മലൊക്കെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകണം എൻ്റെ ഫ്രണ്ട്സായിട്ട്. അപ്പം ഞാൻ സേഫായിട്ട് റെയിൻ കോട്ടൊക്കെ എടുത്തു. അവർ കുട എടുത്തിട്ട് കുട ഉപയോഗിച്ച് വന്നിട്ടുണ്ട്. കുട ഉപയോഗിച്ചിട്ടാണ് പോകാനായിട്ട് പോകുന്നത്. സോ വരൂ ഗൈസ്, നമുക്ക് ഇന്നത്തെ ദിവസം രാത്രി ഫുൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് ദോശ കഴിക്കുന്ന ഭംഗി നിങ്ങൾ കാണണം. അത് ഈ തട്ടുകടിയത്തെ ദോശ അതൊരു വേറെ ലെവൽ ദോശ. നീ വ്ളോഗ് എടുത്ത് വന്ന് ഞാൻ അടുപ്പി കയറി ഇരിക്കുന്നതാണ് തോന്നുന്നത്. അവിടെ കൊടുത്തു. എടാ കഴിക്ക്, എന്നിട്ട് മതി. ഒന്നും കൂടെ പറയട്ടാ. എല്ലാവരും ഓരോന്നും എടുക്ക്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. സോ ഇതിൻ്റെ സ്ഥിരം ഡയലോഗ് അവിടെ വന്നിരിക്കുകയാണ്, ഇവിടെ വന്ന് ചായ എടുക്കാൻ വന്നിരിക്കുകയാണ്. ചായ അടിക്കാൻ വന്നിരിക്കുകയാണ്. അവിടെ പിന്നെ ജ്യൂസ് ഒന്നും ഇവിടെ ഇല്ല. ഏകദേശം സമയമൊക്കെ ലേറ്റ് ആയതുകൊണ്ട് 10-10 ചായ നമുക്ക് മിന്റ് ടീ ഞാൻ പറഞ്ഞ്, ഒരാൾ കട്ടൻ പറഞ്ഞ്, കോഫി പറഞ്ഞ്, സോ ഞങ്ങളിങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് എല്ലാവരും ചായ കുടിക്കണം. നീ വെറുതെ ഞാൻ വായി നോക്കിയത് ചായ കുടിക്കുന്നത്. ഹേ ഗായ്സ്, സോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ്. സോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് രാവിലെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ അത് മോശമല്ലേ ഗൈസ്. അപ്പോൾ അമ്പലത്തിൽ അതേപോലെ നമ്മുടെ കാളീശ്ശേരി തിരിച്ച് വീട്ടിലോട്ട് പോവുക. അപ്പോൾ അവളെ നമുക്ക് ബസ് സ്റ്റോപ്പിലും വരണം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മളിപ്പോൾ പറഞ്ഞു വിടുകയാണ് ഗൈസ്. ശബ്ദത്തിൽ കേൾക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമ്മൾ കാളീശ്വരീനെ ഓട്ടോ കയറ്റി വിട്ട് ഇപ്പം ഏത് അമ്പലത്തിൽ പോകാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ നേരെ പോകാൻ നേരെ പോയി അവിടെ പ്രാർത്ഥിച്ചിട്ട് അതുവഴി കൂടെ വേണം.
സോ എങ്ങനെയുണ്ടായിരുന്നു ദിവസങ്ങൾ? അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ സ്റ്റേ ആണ് ഐശ്വര്യയ്ക്ക്. സോ അപ്പോൾ നിൻ്റെ എക്സ്പീരിയൻസ് പറ എങ്ങനെയുണ്ടായിരുന്നെന്ന്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേ പോയി നിൽക്കുന്നത്. അത് ഫസ്റ്റ് ടൈമിൽ വന്ന് നിന്നതേ ശ്രുതിയുടെ വീട്ടിലാണ്. ഞാൻ നിന്നിട്ടുണ്ട്. എൻ്റെ അപ്പച്ചി വയ്യാതിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിൽ ആരും ഇല്ലായിരുന്നപ്പം മാസുവിൻ്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ നിന്നിട്ടില്ല, സ്റ്റേ അടിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്. പക്ഷെ കൊള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇന്നലെ ഹാപ്പി ആയിരുന്നു ഗൈസ്. നൈറ്റ് പോയി പുറത്തേക്കൊക്കെ പോയി. ഇടയ്ക്ക് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെ ഇങ്ങനെ പോയി. സ്വാഭാവികം. പക്ഷെ എന്നാലും ഇന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ എന്തായാലും എനിക്ക് അടിപൊളിയായി ഗൈസ്. കഴിഞ്ഞ ആരുടെ അങ്ങനെ കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ ഒക്കെ എൻ്റെ ഭയങ്കര വൻ മൂഞ്ചലായിരുന്നു. മൂഞ്ചൽ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വക എത്ര തന്നെ സർപ്രൈസ് ഉണ്ടെങ്കിലും എന്നാലും 2024 എനിക്ക് ഒരു റോസ്റ്റ് എക്സ്പീരിയൻസ് മാത്രമേ തന്നിട്ടുള്ളൂ. ബട്ട് 2025 ഈ വർഷം എനിക്കെല്ലാം കൊണ്ട് അടിപൊളിയാണ്, ഹാപ്പിയാണ്. കുറേ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ സർപ്രൈസ്? അത് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഞാൻ ഇവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. കാരണം എനിക്ക് അറിയത്തില്ല, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവരൊക്കെ എനിക്ക് സർപ്രൈസ് തരുമെന്ന്. ബട്ട് ഗിഫ്റ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പായിരുന്നു. ബട്ട് ഇത്രയും നല്ലൊരു സർപ്രൈസ് തന്ന് എൻ്റെ ബർത്ത്ഡേ ഇവർ ഇത്രയും ഗ്രാൻഡ് ആക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സോ താങ്ക് യു. തെറിച്ച് എൻ്റെ കാല് തെറിച്ച്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. മഴ വന്ന് ചതിക്കാതിരുന്നാൽ കൊള്ളാം ഗൈസ്. ശരിക്കും സോ ഗൈസ് ബൈ. നമ്മൾ വണ്ടി കയറണേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി താങ്ക് യു. സോ ഗായ്സ് അങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒരുപാട് ഡിസ്റ്റൻസിൽ ഇരുന്നിട്ട് പോലും എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് വെരി എമോഷണൽ ഫോർ മീ. അപ്പോൾ ആദ്യം തന്നെ ഒരു ചേച്ചിക്ക് 1000 നന്ദി. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി വീട്ടിലേക്ക് വന്ന് ഇത്രയും വലിയൊരു സംഭവം ഇവർ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ഇവരുടെ ഭാഗത്തു നിന്ന്. കാരണം എനിക്ക് പാലക്കാട് നിന്ന് എനിക്ക് അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കിട്ടി. ഞാൻ അങ്ങനെ എൻ്റെ കോളേജ് ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഇവർ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ഐഷു, പ്രിയ, കാലീശ്വരി, അഖില, അശ്വതി. താങ്ക് യു. ലവ് യു സോ മച്ച്.